റോയൽ എൻഫീൽഡിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ഉണ്ടെങ്കിൽ പോയി കാണുക. അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ചെയിനിൻ്റെ പ്ലേ ആണ്. ചെയിൻ ഓവർ ടൈറ്റ് ആവാനോ ഓവർ ലൂസ് ആവാനോ പാടില്ല. ഇങ്ങനെ കിടന്ന് കുറേ നാൾ ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ചെയിനും അത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റും കംപ്ലൈൻ്റ് ആയി പോകുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചെയിൻ്റെ പ്ലേ വരുന്നത് ഈ ഒരു തരത്തിലാണ്. നമ്മുടെ UC എഞ്ചിൻ വരുന്ന മോഡൽ വണ്ടികൾക്ക് 20 മുതൽ 30 വരെയും, നമ്മുടെ J സീരീസ് എഞ്ചിൻ വരുന്ന മീറ്റിയോർ, ഹണ്ടർ, ന്യൂ ക്ലാസിക്, പിന്നെ ഹിമാലയൻ ഈ വണ്ടികൾക്കെല്ലാം 25 to 30 mm ആണ് ചെയിൻ്റെ പ്ലേ വരുന്നത്. 650cc വരുന്ന ഇന്റർസെപ്റ്റർ GT മോഡലുകൾക്ക് 30 to 40 mm ആണ് ചെയിൻ്റെ പ്ലേ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ ചെയിനിൻ്റെ പ്ലേ ഈ ഒരു അളവിലാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വണ്ടിയുടെ ടയർ പ്രഷറിൻ്റെ അളവാണ്. ഓരോ മോഡൽ വണ്ടികൾക്കും ഓരോ ടയർ പ്രഷർ അളവാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി കുറച്ചധികം പറയേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അളവുകൾ എത്രയൊക്കെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഇതിൽ ഇപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ വണ്ടിയുടെ മൈലേജിനെ ബാധിക്കുന്നതാണ്. വണ്ടി സ്മൂത്തായി പ്രവർത്തിക്കാൻ വേണ്ട ഏതൊരു കാര്യത്തിന് തടസ്സം വന്നാലും അത് നിങ്ങളുടെ വണ്ടിയുടെ മൈലേജിനെ തന്നെയാണ് ബാധിക്കുന്നത്. വീഡിയോ 1.5 മിനിറ്റിനകത്ത് നിർത്താൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്.